നമ്മളെ കയ്യിൽ ഒരുപാട് കാലമായിട്ടുണ്ട് നല്ലൊരു i20 സെയിൽ വന്നിട്ട് കേട്ടോ. ഇപ്പോൾ ഡീസൽ എഞ്ചിനിൽ വരുന്ന ഒരു അടിപൊളി i20 സെയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് എൻക്വയറീസ് വരുന്നൊരു വാഹനമാണ് ഇത്. നമ്മളത് ഇന്നലെ സ്റ്റോക്ക് വന്ന വാഹനമാണ്. ഒരു ടച്ചിങ്ങോ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ലായിരുന്നു. വെറും ഒരു പോളിഷിങ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഷോറൂം കണ്ടീഷനിൽ എങ്ങനെ വെക്കുന്നത് അതേ കണ്ടീഷനിലാണ് ബോഡി കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് സിംഗിൾ യൂസ് വാഹനമാണെങ്കിലും ഡബിൾ ഓണർ ആയിട്ടുണ്ട്. ഒരു അമ്മൻ്റെ പേരിൽ നിന്ന് മകൻ്റെ പേർക്ക് ആക്കിയിട്ടുണ്ട്. ഒരു ഡോക്ടർ യൂസ് വാഹനമാണ്. ഡോക്ടർ യൂസ് വാഹനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ കളിയാക്കാറുണ്ടാവും. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഈ വാഹനങ്ങൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത്രയും ബോഡി ഷേപ്പും കാര്യങ്ങളും അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ പറഞ്ഞാൽ അത്രയും നീറ്റ് തന്നെയാണ് വരുന്നത്. ഇത് കിലോമീറ്റർ ഓടിയുള്ളത് 1,32,000 കിലോമീറ്ററാണ്. A to Z വരെ ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിലില്ല, ഫ്ലഡ് ഇല്ല എന്നുള്ളത് 100% ഗ്യാരണ്ടി കൊടുക്കുക. അതിൻ്റെ ബോഡി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഷോറൂം കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നത് അതിലൊരു മാറ്റം ഈ ഒരു വാഹനത്തിലുണ്ടാവില്ല. അത്രയും ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന വാഹനമാണത്. ഇത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ബോഡി കാര്യങ്ങൾ അതേപോലെ ഹെഡ് ലാമ്പൊക്കെ നോക്കുകയാണെങ്കിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് വരുന്നത്. കോർണർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് വരുന്നുണ്ട്. അതേപോലെ അടിയിലൊരു DRL കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ വരുന്ന വാഹനമാണ്. ഡീസൽ എഞ്ചിനിൽ ഈ ഒരു മോഡലിൽ ലാസ്റ്റ് ഇറങ്ങിയ വാഹനമുണ്ട്. 2016 മോഡൽ നവംബർ മാസമാണ് ഈ വാഹനത്തിൻ്റെ മാനുഫാക്ചറിങ് വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണോ അതിൻ്റെ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയത് അതേ ലൈനപ്പും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ഏതൊരു സൈഡിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ ഫ്രണ്ട് ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ 2 കടുപുത്തൻ ടയർ ഭാഗങ്ങളാണ് ഫ്രണ്ടിൽ വരുന്നത്. 16 സൈസ് അലോയ്സ് കമ്പനി കൊടുക്കുന്ന അലോയ്സാണ്. ഇത് ആസ്റ്റ ഓപ്ഷൻ ആയതുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. സേഫ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു വിട്ടുവീഴ്ചയും വരുത്താത്തൊരു വാഹനം തന്നെയാണ് i20. 6 എയർ ബാഗ് വരുന്നുണ്ട്, പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട്, അതേപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയ ഇൻറ്റീരിയർ ഭാഗങ്ങളും സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിൽ 6 എയർ ബാഗാണ് വരുന്നത്. അതേപോലെ അതിൻ്റെ ഫ്രണ്ട് ബോഡി കാര്യങ്ങൾ ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗങ്ങൾ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഒരു വേറെ ലുക്ക് തന്നെയാണ്. ആസ്റ്റ ഓപ്ഷനിൽ വരുന്നതാണ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്. അതേപോലെ ഇതിൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കത്തെ ഒരു ഡിക്കി മാത്രമേ ഈ വാഹനത്തിന് റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. ഇതുമ്മേ നിങ്ങൾക്ക് ആക്സിഡൻറ്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല. ഈ ഡിക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് എവിടെയാണെങ്കിലും അടിഭാഗത്താണെങ്കിലും ഒരു ആക്സിഡൻറ്റിൻ്റെ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ഇതിൻ്റെ ഡോർ മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഈ ഗ്ലാസ് വരെ ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. ആക്സിഡൻ്റ് ഇല്ല എന്നല്ലേ നമുക്ക് 100% ഗ്യാരണ്ടിയാണ്. ഇത് അവർ പറഞ്ഞത് ഇവിടെ ചെറിയൊരു ഇത് തട്ടിയതാണ്, അങ്ങനെ റീപ്ലേസ് ചെയ്തതാണ്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടാകുമ്പം അങ്ങനെ റീപ്ലേസ് ചെയ്യുന്നതാണ്. അതേപോലെ ഇതിൻ്റെ ഉൾഭാഗം ഡിക്കിൻ്റെ ഉൾഭാഗമാണ് ഈ കാണിക്കുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് തന്നെ വരുന്നത് കേട്ടോ. അതേപോലെ ബാക്ക് സൈഡിൽ വേറെ നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിൽ എവിടെയും വേറെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ഈ സൈഡ് ബോഡി കാര്യങ്ങൾ ഈ സൈഡ് ബോഡി കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു. അത്യാവശ്യം നല്ല നീറ്റ് തന്നെ ഉള്ളത്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഫുൾ നീറ്റ് തന്നെ ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ വരുന്നുണ്ടോ. ലൈനപ്പും കാര്യങ്ങളും ടച്ചിങ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന്മേൽ ബോഡിമേൽ നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല. ഈ ബോഡി സൈഡിൽ എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ചെറിയ ബമ്പർമേലൊക്കെ ചെറിയ ടച്ചിങ് ഉണ്ടെന്നല്ലാതെ ബോഡിമേലോ ഡോർമേലോ ബോണറ്റുമേലോ അങ്ങനെയൊന്നും എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ വണ്ടി ഇറങ്ങുന്നത് അതേ ഒരു കണ്ടീഷനിലാണ് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഡാഷ്ബോർഡ് കാര്യങ്ങൾ അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ ആണ് കൊടുക്കുന്നത്. പുഷ്പട്ട സ്റ്റാർട്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ്, പിന്നെ സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി സീറ്റ് കവർ തന്നെയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. അത്രയും നീറ്റിൽ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉള്ളത്. റൂഫും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി തന്നെ ഉള്ളത് കേട്ടോ. ബാക്ക് സീറ്റ് ഭാഗം നിങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സീറ്റും വരുന്നത്. പിന്നെ അതേപോലെ ബാക്കിൽ നമ്മൾ AC വിൻഡോ വരുന്നുണ്ട്, റിയർ AC വിൻഡോ വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. എങ്ങനെയാണോ ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്നത് ആ ഒരു കണ്ടീഷൻ എന്തായാലും ഉണ്ടാവില്ല. അതിൻ്റേതായിട്ടുള്ള ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ.
പിന്നെ അപ്രോണിൻ്റെ സൈഡാണ് ഈ കാണിക്കുന്നത്. നമ്മളെ വണ്ടി ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം കേട്ടോ. ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് എവിടെ ആക്സിഡൻ്റ് ആയിട്ട് മേജറായിട്ട് ആക്സിഡൻ്റ് ആയിട്ട് ഒന്നും ഈ വാഹനത്തിലില്ല എന്നുള്ളത് നമുക്ക് 100% ഗ്യാരൻറ്റി കൊടുക്കാം. ഓയിൽ ലീക്കോ കാര്യങ്ങളോ മെക്കാനിക്കൽ പരമായിട്ടൊക്കെയാണ് പക്ക നീറ്റാണ്. നമ്മൾ പുതിയ ബാറ്ററിയാണ് വരുന്നത് കേട്ടോ. ഈ വണ്ടിക്ക് മാക്സിമം നമുക്ക് ഫിനാൻസ് കൊടുക്കാൻ കഴിയും കേട്ടോ. ഈ വാഹനം സിംഗിൾ യൂസ് വാഹനമാണെങ്കിലും ഡബിൾ ഓണർ ആയിട്ടുണ്ട്. അമ്മൻ്റെ പേരിൽ നിന്ന് മകൻ്റെ പേർക്ക് ആക്കിയതാണ്. നിങ്ങൾക്ക് അഡ്രസ്സ് നോക്കിയാൽ തന്നെ കേട്ടോ. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 5,75,000 രൂപയാണ്. ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല കിടിലൻ വാഹനങ്ങളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.